മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ 16-ാമത്തെ അധ്യായത്തിന്റെ 13 മുതലുള്ള തിരുവചന ഭാഗങ്ങളില് കേസറിയ ഫിലിപ്പി ദേശത്തെത്തിയപ്പോൾ ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അപ്പോൾ ശിഷ്യന്മാര് പല ഉത്തരങ്ങൾ നൽകുന്നുണ്ട്. വീണ്ടും ഈശോ അവരോട് ചോദിക്കുക, ഞാൻ ആരെന്നാ നിങ്ങൾ പറയുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ ശിഷ്യന്മാരിലെ പ്രധാനിയായിരുന്ന പത്രോസ് പറയുകയാണ്, നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന്. ഈശോ അവനോട് പറയാണ്, ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത് മാംസരക്തങ്ങളല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവാണ്. അതിനുശേഷം ഈശോ അവനെ സഭയുടെ തലവനായിട്ട് നിയമിക്കുകയും, നീ ഭൂമിയിൽ കെട്ടുന്ന എല്ലാം സ്വർഗത്തിലും കെട്ടും, നീ ഭൂമിയിൽ അഴിക്കുന്ന എല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെടും, നിനക്ക് എതിരെ നരകകവാടങ്ങൾ പ്രബലപ്പെടുകയില്ല എന്നുള്ള വാഗ്ദാനമൊക്കെ കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് നീ എന്ന് ഏറ്റുപറഞ്ഞ പത്രോസ്ലീഹ ഒരു പ്രതിസന്ധി ഘട്ടത്തില് ഈശോയെ തള്ളിപ്പറയുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതവന്റെ ഹൃദയത്തിൽ നിന്നല്ല വന്നത്. അവന് തോന്നിയ ഒരു കാര്യം അവൻ ഉച്ചത്തിൽ അങ്ങ് പറയുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെയൊക്കെ പ്രാർത്ഥനകളും പലപ്പോഴും ഇങ്ങനെയാണ്. നമ്മളൊക്കെ ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥന എന്താ? നമ്മൾ തോന്നുന്നത് പോലെ നമ്മൾ അങ്ങ് പ്രാർത്ഥിക്കുകയാണ്. എവിടെയെങ്കിലുമൊക്കെ എഴുതി വച്ചിരിക്കുന്നത് പോലെ നമ്മൾ അങ്ങ് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ നമ്മുടെ ചങ്കിൽ നിന്ന് വരുന്നുണ്ടോ? പത്രോസ്ലീഹ വലിയ കാര്യമാണ് പ്രഖ്യാപിച്ചത്. പക്ഷേ ഇത് പ്രഖ്യാപിച്ച് ഇവൻ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കർത്താവിനെ വിട്ടുപേക്ഷിച്ചിട്ട് ഓടിപ്പോയി. നമ്മുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മള്, ദൈവത്തിനു മുമ്പില് നീ സർവശക്തനാണെന്ന് ഏറ്റുപറയുന്നുണ്ട്, ബലിയർപ്പിക്കുന്നുണ്ട്, വചനം വായിക്കുന്നുണ്ട്, നമ്മൾ പല ഭക്താഭ്യാസങ്ങൾ നടത്തുന്നുണ്ട്, പല ധ്യാന കേന്ദ്രങ്ങളിലും പോകുന്നുണ്ട്, പല ധ്യാന ഗുരുക്കന്മാരെ നമ്മൾ കാണുന്നുണ്ട്, അവരുടെയൊക്കെ പിന്നാലെ നമ്മൾ നടക്കുന്നുണ്ട്. പക്ഷേ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാലോ, ഈ എല്ലായിടത്തും നടന്ന് പ്രാർത്ഥിച്ചു, എല്ലാരെയും പോയി കണ്ടു, എന്നിട്ടും നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളും വേദനകളും കടന്നു വരുമ്പോഴോ നമ്മുടെയൊക്കെ മനോഭാവം എങ്ങനെയാ? നമ്മൾ കർത്താവിനെ ഇട്ടിട്ട് ഓടിപ്പോകുന്നവരായിട്ട് മാറും. കാരണം നമ്മുടെ ഈ ഭക്താഭ്യാസങ്ങളും ധ്യാനകേന്ദ്രങ്ങളിലെ സന്ദർശനങ്ങളും ധ്യാന ഗുരുക്കന്മാരുടെ പിന്നാലെ നടക്കലുകളും തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രകളും ഹൃദയത്തിൽ നിന്നല്ല, ഉപരിപ്ലവമായിട്ട് മാറുകയാണ്. നമ്മളൊക്കെ നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു. പല കാര്യങ്ങളും നമ്മൾ ചെയ്യും. ഉടമ്പടി എടുക്കും, നിയോഗ പ്രാർത്ഥനകൾ ഏറ്റെടുക്കും, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യും. ഇതൊക്കെ ചെയ്തിട്ട് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നില്ല. നമ്മൾ കർത്താവിനെയും വിട്ടിട്ട് നമുക്ക് തോന്നുന്ന വഴിയിലൂടെ നമ്മൾ പോകും. ഇനി ഇത് സാധിച്ചു കിട്ടിയാലോ? സാധിച്ചു കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ? നമ്മൾ അന്നേരവും ഈ സാധിച്ചു കിട്ടിയതിന് ശേഷം സാധിച്ചു കിട്ടുന്നതിന് മുമ്പുണ്ടായിരുന്ന തീഷ്ണ നമുക്കുണ്ടാവുമോ? ഇല്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ വലിയൊരു പ്രശ്നമായത് നമ്മുടെ കുടുംബങ്ങളിൽ നിത്യമായിട്ടുള്ള ഒരു അനുഗ്രഹം സ്വീകരിക്കാനായിട്ട് സാധിക്കാത്തതിന്റെ കാരണം ഇത് തന്നെയാണ്. ഒന്നുകിൽ പ്രതിസന്ധി ഘട്ടത്തില് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം വിട്ട് വിശ്വാസം ഉപേക്ഷിച്ച് നമ്മൾ പോകും, അല്ലെങ്കിൽ നമുക്ക് നിയോഗവും അതുപോലെ ഉടമ്പടിയും മറ്റു ഭക്താഭ്യാസങ്ങളും ധ്യാനങ്ങളും ഇതെല്ലാം എടുത്തതിന് ശേഷം അത് സാധിച്ചു കിട്ടി, പിന്നെ നമ്മൾ കർത്താവിനെയും വേണ്ട, പ്രാർത്ഥനയും വേണ്ട, പിന്നെ നമുക്ക് തോന്നിയ വഴിയിലൂടെ. ഇത് വലിയ ദുരന്തമാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ ഹൃദയത്തിൽ നിന്നാവണം. ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥന, എന്റെ സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. അങ്ങയുടെ തിരുഹിതം എന്താണോ അതെന്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ട ദൈവമക്കൾ, ഇങ്ങനെയുള്ള പ്രാർത്ഥന, ദൈവമേ അങ്ങന്റെ പിതാവാണെന്നും എന്റെ ജീവിതത്തിൽ, എന്റെ കുടുംബത്തിൽ അങ്ങയുടെ ഹിതം എന്താണെന്ന് അത് നിറവേറട്ടെ എന്നും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉയരാതെ നമ്മളൊന്നും യഥാർത്ഥമായ കൃപയും അനുഗ്രഹവും സ്വീകരിക്കത്തില്ല. ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങളും നമുക്ക് ചെയ്തു കൂട്ടാം. ഭൗതികമായ കാര്യങ്ങൾ സാധിച്ചു കിട്ടാം. വിദേശത്ത് പോകാനോ, മക്കളുടെ പരീക്ഷ വിജയം നേടാനോ, കടം മാറാനോ, കല്യാണം തടസ്സം മാറാനോ, വീട്ടിലെ ബന്ധനങ്ങളാണ് അത് മാറാനോ,
വീട് മാറ്റിവെക്കാനോ സ്ഥലം വെക്കാനോ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് കർത്താവിന് മുമ്പിൽ സമർപ്പിച്ച് ഒരുപക്ഷെ നമുക്ക് കിട്ടിയെന്നും വരും. പക്ഷെ കർത്താവിനോടുള്ള ബന്ധം അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ബന്ധമില്ലാതെ സ്നേഹമില്ലാതെ നമ്മൾ എന്തൊക്കെ ചെയ്തു കൂട്ടിയാലും അതൊന്നും കൃപയും അനുഗ്രഹവുമായിട്ട് നിലനിൽക്കുന്ന അനുഗ്രഹമായിട്ട് മാറുകയില്ല എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയുക. കർത്താവിന് മുമ്പിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് ഹൃദയത്തിൽ നിന്ന് ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഈശോയെ, നീയാണ് എന്റെ കർത്താവ് എന്ന് ഏറ്റുപറയാനായിട്ട് സാധിക്കട്ടെ. ഈശോയെ, നീ എന്റെ ജീവനാണെന്ന് ഏറ്റുപറയാനായിട്ട് സാധിക്കും. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് കർത്താവിനോട് ഏറ്റുപറയാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. കരങ്ങളെ യാചനയോട് പിടിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ ഓരോരുത്തരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിതത്തിന്റെ വഴികളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും ദുരാത്മശക്തിയുള്ള പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് ഏൽപ്പിക്കുന്നു. അന്ധകാര ശക്തിയിൽ ഇവരിൽ നിന്ന് ഇപ്പോൾ വിട്ടുപോട്ടെ എന്ന് ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ഇവരുടെ ഇന്നത്തെ അധ്വാനങ്ങളെ അനുഗ്രഹിക്കണമേ, പഠനങ്ങളെ അനുഗ്രഹിക്കണമേ, ഇവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ.